ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാം ചാപ്റ്ററായ ഗുണന സമവാക്യങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് അതിലെ 3ാമത്തെ ടോപ്പിക്കായ ക്രിയാ കൗതുകങ്ങൾ നമ്പർ ക്യൂരിയോസിറ്റീസ് അതിൽ പേജ് 73 കൊടുത്തിരിക്കുന്ന 2ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചോദ്യത്തെ നമുക്ക് ഗുണിത പട്ടികയിലെ സമചതുര മാജിക് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അതിൻ്റെ ചോദ്യവും അതിൻ്റെ സൊല്യൂഷനും നോക്കാം. ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഈ ഒരു ഗുണിത പട്ടിക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പേജ് 72 ഒരു ആക്ടിവിറ്റി പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗുണിത പട്ടികയിൽ നിന്നും 4 സംഖ്യകളുടെ സമചതുരം എടുത്തിരുന്നു. ഓക്കെ, ഈ ചോദ്യത്തിൽ നമുക്ക് ഗുണിത പട്ടികയിൽ നിന്നും 9 സംഖ്യകളുടെ ഒരു സമചതുരം എടുക്കണം. We need to select a square of 9 numbers. അതായത് ഒരു 3/3 സമചതുരം. 9 സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒരു വരിയിൽ 3 സംഖ്യകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് 3 നിരകളും ഉണ്ടായിരിക്കും. 3 rows and 3 columns. അപ്പൊ നമുക്ക് 9 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ എങ്ങനെയാണ് വന്നത് എന്ന് ഓർമ്മയുണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ 1 എന്ന സംഖ്യയുടെ ഗുണിതങ്ങൾ എഴുതി. ദ മൾട്ടിപ്പിൾസ് ഓഫ് 1. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി രണ്ടാമത്തെ വരി, സെക്കൻഡ് റോ എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾസ്, ഗുണിതങ്ങൾ. ഓക്കെ, 2, 4, 6, 8, 10, 12, 14, 16, 18. ഇനി 9ാമത്തെ വരി, 9ാമത്തെ റോ എന്ന് പറയുമ്പോൾ 9ന്റെ ഗുണിതങ്ങൾ, 9ന്റെ മൾട്ടിപ്പിൾസ്. 9, 18, 27, 36, 45, 54, 63, 72, 81. ഓക്കെ, ഇത് നമ്മൾ വരികളുടെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് കോളംസ്, നിരകളുടെ കാര്യവും. ഒന്നാമത്തെ കോളം 1ന്റെ ഗുണിതങ്ങൾ അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9. സെക്കൻഡ് കോളം, രണ്ടാമത്തെ നിര നോക്കൂ, 2ന്റെ ഗുണിതങ്ങൾ. 9ാമത്തെ നിര, 9ാമത്തെ കോളം 9ന്റെ ഗുണിതങ്ങളാണ്. 9, 18, 27, 36, 45, 54, 63, 72, 81. അങ്ങനെയാണ് ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രത്യേക സംഖ്യ, അപ്പൊ ഈ സംഖ്യ എങ്ങനെയാ കിട്ടിയെന്ന് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഏത് വരിയിലാണ് വരുന്നത്? ഈ റോയിലാണ് വരുന്നത്. ഏത് കോളത്തിലാണ് വരുന്നത്? ഈ നിരയിലാണ് വരുന്നത്. ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. 2 × 8 16. ഓക്കെ, ഇനി ഈ ടേബിളിനെ പറ്റി കൂട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആദ്യം ചോദ്യം നോക്കാം. അപ്പോൾ ആ ഗുണിത പട്ടികയിൽ 9 സംഖ്യകളുടെ സമചതുരം.
കൺസിഡർ എ സ്ക്വയർ ഓഫ് 9 numbers ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഈ ചോദ്യം വായിക്കാം. ഗുണിത പട്ടികയിൽ 4 സംഖ്യകൾക്ക് പകരം 9 സംഖ്യകളുള്ള ഒരു സമചതുരം എടുക്കുക. ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡ്രോ എ സ്ക്വയർ ഓഫ് 9 numbers ഇൻസ്റ്റെഡ് ഓഫ് 4. എന്നിട്ട് എന്ത് ചെയ്യണം? 4 മൂലകളിലുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. മാർക്ക് ദ നമ്പേഴ്സ് അറ്റ് ദ 4 corners. അപ്പൊ ഇവിടെ 6, 8, 10, 9, 12, 15, 12, 16, 20 ഇത് 9 സംഖ്യകളുള്ള ഒരു സമചതുരമാണ്. അത് നമുക്ക് നമ്മുടെ ഗുണിത പട്ടികയിൽ 6, 8, 10, 9, 12, 15, 12, 16, 20 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മൂലകളിലെ സംഖ്യകൾ കോർണർ എൻട്രീസ് മാത്രം അടയാളപ്പെടുത്തുക. അതാണ് ഇവിടെ നമ്മൾ ബോൾഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന 6, 10, 12, 20. ഇവിടെ ബോൾഡായി കാണിച്ചിട്ടില്ലേ? അതാണ് എന്ത്? 4 മൂലകളിലുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. മാർക്ക് ദ നമ്പേഴ്സ് അറ്റ് ദ 4 corners. ഓക്കെ. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താണ്? കോണോട് കോൺ തുകകളുടെ വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സംസ്? അപ്പോൾ ഇവിടെ മൂലകളിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 6, 10, 12, 20. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് വേണം? അവ തമ്മിലുള്ള കോണോട് കോൺ തുകകൾ വേണം. എന്നിട്ട് അതിൻ്റെ വ്യത്യാസം വേണം. അപ്പൊ നമുക്ക് ഇവിടെ 6ഉം 26ഉം കോണോട് കോൺ ഡയഗണൽ ആണ്. അപ്പൊ അതിൻ്റെ തുക വേണം. അതേപോലെ രണ്ടാമത്തെ കോണോട് കോൺ സംഖ്യകളാണ് 10ഉം 12ഉം. അവയുടെ തുകകൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വ്യത്യാസം. അതായത് ഒന്നാം കോൺ തുക ഡയഗണൽ 1 സം ഏതാണ്? 6 + 20. അപ്പൊ നമുക്ക് 26. രണ്ടാം കോണോട് കോൺ തുക ഡയഗണൽ 2 സം 10 + 12 22. കോണോട് കോൺ തുകകളുടെ വ്യത്യാസം, the difference of diagonal sums, 26 - 22 4. അപ്പോൾ 4 എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം. അപ്പൊ നമ്മൾ ഗുണിത പട്ടികയിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 സംഖ്യകളുടെ ഒരു സ്ക്വയർ സമചതുരം എടുക്കുക. ഇവിടെ 20, 25, 30, 24, 30, 36, 28, 35, 42 ഈ ഒരു 9 സംഖ്യകളുടെ സ്ക്വയർ സമചതുരമാണ് എടുക്കുന്നത്. 3/3 സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പോ ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? ഈ സ്ക്വയറിൽ 5 മുതൽ 7 വരെയുള്ള വരികളാണ് വരുന്നത്. 5 മുതൽ 7 വരെയുള്ള വരികളും 4 മുതൽ 6 വരെയുള്ള നിരകളിലും വരുന്ന സംഖ്യകൾ ചേർന്ന സമചതുരം എടുക്കുക. കൺസിഡർ എ സ്ക്വയർ വിത്ത് rows 5 to 7 and columns from 4 to 6. അപ്പൊ നമുക്ക്
ഈ മാർക്ക് ചെയ്ത സമചതുരം സ്ക്വയർ കിട്ടും. അതിലെ മൂലകൾ കോർണേഴ്സ് ആണ് നമ്മൾ ബോൾഡാക്കി കാണിച്ചിരിക്കുന്നത്, കറുപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൂലകൾ കോർണേഴ്സ് 20, 30, 28, 42. ഓക്കെ. ഇനി കോണോട് കോൺ സംഖ്യകളുടെ തുക കാണണം. അപ്പോൾ ആദ്യത്തെ തുക, ഒന്നാം കോൺ തുക, ഡയഗണൽ 1 സം, അതെന്ന് പറയുമ്പോൾ 20 + 42. അപ്പൊ നമുക്ക് 62 എന്ന് കിട്ടും. ഇനി രണ്ടാം കോണോട് കോൺ തുക, സെക്കൻഡ് ഡയഗണൽ സം, 30 + 28, 58. കോണോട് കോൺ തുകകളുടെ വ്യത്യാസം, ഡിഫറൻസ് ഈക്വൽ ടു 62 - 58, 4. അപ്പൊ എക്സാമിന് ഇതുപോലെ സ്റ്റെപ്പായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഉദാഹരണത്തിലും നമുക്ക് വ്യത്യാസം ഡിഫറൻസ് 4 എന്നാണ് കിട്ടിയത്. നേരത്തെ ഉദാഹരണത്തിലും 4 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? കോണോട് കോൺ തുകകളുടെ വ്യത്യാസം എപ്പോഴും 4 ആണ്. The difference of diagonal sums is always 4. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഒന്നാം ഭാഗം. ഓക്കെ. കോണോട് കോൺ തുകകളുടെ വ്യത്യാസം എന്താണ്? 4. അത് ഈ ഉദാഹരണത്തിൽ നമ്മൾ ഒരു ഉദാഹരണം കൂടി ചെയ്ത് അതും 4 തന്നെയാണെന്ന് കാണിച്ചു. ഇനി ഇങ്ങനെയുള്ള സമചതുരങ്ങളിലെല്ലാം വ്യത്യാസം 4 തന്നെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. Explain using algebra why we get the difference as 4 in all such squares. അത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അത് 3/3 സ്ക്വയർ അല്ലേ? അതായത് നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന്, രണ്ട്, മൂന്ന് വരി, 3 കോളം. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ഇത് ഈ സംഖ്യകൾ 5 മുതൽ 7 വരെയുള്ള വരികളിലല്ലേ വരുന്നത്? 5 മുതൽ 7 വരെയാണ് റോസ്. റോ എന്ന് പറയുമ്പോൾ നമുക്ക് 6 വെച്ച് കാണിക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തെ വരി R എന്ന അക്ഷരം കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ഇത് R+1 ആയിരിക്കും, ഇത് R+2 ആയിരിക്കും. ഓക്കെ. R 5, അപ്പൊ R+1 6, R+2 7. കോളം നമുക്ക് COLUMN, അപ്പൊ C എന്ന അക്ഷരം ഉപയോഗിക്കാം. അപ്പോൾ ഇത് C ആണെങ്കിൽ ഇതെന്തായിരിക്കും? C+1 ആയിരിക്കും, ഇത് C+2 ആയിരിക്കും. അപ്പൊ ഇത് C എന്ന കോളം, ഇത് C+1 എന്ന കോളം, ഇത് C+2 എന്ന കോളം അല്ലെങ്കിൽ വരി. ഇത് നിര, അതായത് കോളം. ഇത് വരികൾ,
റോ, അതായത് വരികൾ, റോസ്, നിരകൾ, കോളംസ്. അപ്പോൾ ഒരു 9 സംഖ്യകളുടെ സമചതുരം എടുക്കുമ്പോൾ അതിൻ്റെ വരികൾ ആർ, R+1, R+2 എന്നും നിരകൾ C+1, C+2 എന്ന് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ മൂലകളിലുള്ള സംഖ്യകൾ, ഈ ആദ്യ മൂലയിലെ സംഖ്യ R×C ആയിരിക്കും. ഇനി ഈ മൂലയിലെ സംഖ്യ R×C+2 ആയിരിക്കും. ഈ മൂലയിലെ സംഖ്യ R+2 C. ഈ മൂലയിലുള്ളതോ R+2 C+2 എന്നെഴുതാം. ഓക്കെ, കാരണം നമുക്ക് ഈ മൂലകളിലുള്ള കോർണർ എൻട്രീസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ബാക്കിയുള്ളത് എഴുതണമെന്ന് നിർബന്ധമില്ല. ബാക്കി വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതാവുമ്പോൾ എന്തായിരിക്കും? ഇത് നമുക്ക് ആദ്യം വരി R× കോളം C+1, ഇവിടെ R+1 C, R+1 C+1. ഇവിടെ നമുക്ക് R+1, ആദ്യം വരി R+1, ഇത് നിര C+2. ഇവിടെ R+2 C+1. ഇങ്ങനെ നമുക്ക് നമ്മുടെ സമചതുരത്തിലെ സംഖ്യകളെ എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിനി ബീജഗണിത വിശദീകരണം, ആൾജിബ്രിക് എക്സ്പ്ലനേഷൻ പറയാൻ പോവുകയാണ്. അതിനുവേണ്ടി ഗുണിത പട്ടികയിൽ വരി R, നിര C എന്നെടുത്താൽ 9 സംഖ്യകളുടെ സമചതുരത്തിന്റെ മൂലകൾ R×C, R×C+2, R+2 C, R+2 C+2 എന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഗുണിത പട്ടികയിൽ വരി R, that is in a multiplication table for row R and column C, a 3×3 square showing only corner entries. എന്നിട്ട് ഇത് വരച്ചു വയ്ക്കുക. 9 സംഖ്യകളുടെ സമചതുരത്തിന്റെ മൂലകൾ. അപ്പോൾ ഈ ചിത്രം വരച്ചു വയ്ക്കുക. ഇനി നമുക്ക് എന്ത് വേണം? ഒന്നാമത്തെ കോണോട് കോൺ സംഖ്യകളുടെ തുക. അതാണ് ഞാൻ ഇവിടെ ഒന്നാം കോൺ തുക എന്ന് ചെറുതാക്കി എഴുതിയിരിക്കുന്നത്, മീൻസ് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഡയഗണൽ 1 സം. ഓക്കെ, സമം R×C RC പ്ലസ് R+2 C+2. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വിശദീകരിച്ച് എഴുതാം. വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതാം. RC പ്ലസ് R+2 C+2. അത് നമുക്ക് RC പ്ലസ്, ഇതെന്താണ്? R×C RC പ്ലസ് R×2 2R പ്ലസ് 2×C 2C പ്ലസ് 2×2 4. RC പ്ലസ് RC 2RC പ്ലസ് 2R പ്ലസ് 2C പ്ലസ് 4. അപ്പോൾ അതാണ് ഒന്നാം കോണോട് കോൺ സംഖ്യകളുടെ തുക, ഫസ്റ്റ് ഡയഗണൽ സം. ഇതാ
ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഡയഗണൽ സം, അതായത് രണ്ടാം കോണോടു കോണുകളുടെ തുക അതെന്തായിരിക്കും? ഇതായിരിക്കും ആർ ഇൻറ്റു സി പ്ലസ് 2 പ്ലസ് ആർ പ്ലസ് 2 ഇൻറ്റു സി. ഓക്കെ, അതായത് നമുക്ക് ആർ ഇൻറ്റു സി പ്ലസ് 2 പ്ലസ് ആർ പ്ലസ് 2 ഇൻറ്റു സി, ഇതിനെ വിപുലീകരിക്കണം, എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ആർ ഇൻറ്റു സി, ആർ സി പ്ലസ് ആർ ഇൻറ്റു 2, 2 ആർ പ്ലസ് ആർ ഇൻറ്റു സി, ആർ സി പ്ലസ് 2 ഇൻറ്റു സി, 2 സി. അപ്പൊ ഇത് നമുക്ക് ആർ സി പ്ലസ് ആർ സി, 2 ആർ സി പ്ലസ് 2 ആർ പ്ലസ് 2 സി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ രണ്ടാം കോൺ തുക 2 ആർ സി പ്ലസ് 2 ആർ പ്ലസ് 2 സി എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി വ്യത്യാസം, ഡിഫറൻസ്. അപ്പൊ ആ ഡിഫറൻസ് കാണാൻ ഈ സംഖ്യ മൈനസ് ഈ സംഖ്യ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ മൈനസ് ആണല്ലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 ആർ സി പ്ലസ് 2 ആർ പ്ലസ് 2 സി പ്ലസ് 4. ഈ മൈനസ് ഇതിന് പൊതുവായിട്ടുള്ളതാണ്. അപ്പൊ ഇത് മൈനസും ഇവിടെ പ്ലസും, മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ മൈനസ് 2 ആർ സി. ഇവിടെ മൈനസ് പ്ലസ്, മൈനസ് 2 ആർ, ഇവിടേക്ക് വരുമ്പോൾ മൈനസ് 2 സി. ഇനി എന്താണ്? 2 ആർ സിയും മൈനസ് 2 ആർ സിയും ക്യാൻസലായി, 2 ആറും മൈനസ് 2 ആറും ക്യാൻസലായി, 2 സിയും മൈനസ് 2 സിയും ക്യാൻസലായി, ബാക്കി 4 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വ്യത്യാസം 4 എന്ന് കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ഇങ്ങനെയുള്ള സമചതുരങ്ങളിലെല്ലാം വ്യത്യാസം 4 തന്നെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അത് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 9 സംഖ്യകളുടെ സമചതുരമാണ് എടുത്തത്. അതിന് പകരം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 16 സംഖ്യകളുടെ സമചതുരം എടുത്താൽ വ്യത്യാസം എന്തായിരിക്കും? What about a square of 16 numbers? അത് നമുക്ക് ബീജഗണിതം വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. അപ്പൊ ഇവിടെ നമ്മള് 4 വരികളും 4 നിരകളും
4 rows and 4 columns ഉള്ള ഒരു സമചതുരമാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ഒന്നാമത്തെ വരി റോ R എന്നെടുക്കുകയാണെങ്കിൽ അടുത്തത് R+1, R+2, R+3 എന്നെഴുതാം. ഇനി കോളംസ്, നിരകളെ എങ്ങനെ എഴുതാം? ഒന്നാമത്തെ കോളം C ആണെങ്കിൽ അടുത്തത് C+1 ആയിരിക്കും, പിന്നെ C+2 ആയിരിക്കും, പിന്നെ C+3 ആയിരിക്കും. അപ്പോൾ 16 സംഖ്യകളുടെ സമചതുരം, സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്. അപ്പൊ ഇവിടെ 16 സംഖ്യകളുടെ സമചതുരം എടുക്കുമ്പോൾ മൂലയിലുള്ള സംഖ്യകൾ മാത്രം ഇങ്ങനെ ആയിരിക്കും. For a 4x4 square of 16 numbers, corner entries shown in grid are നോക്കാം. അപ്പോൾ മൂലകളിലുള്ള സംഖ്യകൾ കോർണർ എൻട്രീസ് എന്ന് പറയുമ്പോൾ ആറിനെ C കൊണ്ട് ഗുണിച്ചാൽ RC, ആറിനെ C+3 കൊണ്ട് ഗുണിച്ചാൽ R ഇൻറ്റു C+3. ഇനി ഈ മൂല എന്ന് പറയുമ്പോൾ അവിടുത്തെ വരി ഏതാണ്? R+3 ആണ്, നിര C ആണ്. അപ്പോൾ R+3 ഇൻറ്റു C. ഇനി ഈ കോർണറിലെ വരി റോ എന്ന് പറയുന്നത് R+3 ആണ്, കോളം C+3 ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് R+3 ഇൻറ്റു C+3. ഓക്കെ, അപ്പൊ നമ്മുടെ 16 നമ്പേഴ്സ് സ്ക്വയറിന്റെ കോർണർ എൻട്രീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. 16 സംഖ്യകളുള്ള സമചതുരത്തിന്റെ മൂലയിലെ സംഖ്യകളുടെ പൊതുരൂപം മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ കോണോടു കോൺ തുക, അതെന്തായിരിക്കും? RC പ്ലസ് R+3 ഇൻറ്റു C+3. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതാ ഇവർ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോണോടു കോൺ തുക R ഇൻറ്റു C+3 പ്ലസ് R+3 ഇൻറ്റു C. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ നേരത്തെ 9 സംഖ്യകളുടെ സമചതുരത്തിന്റെ കാര്യം പറയുമ്പോൾ കോണോടു കോൺ തുക എന്ന് തന്നെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ അത് കോണോടു കോൺ തുക എന്ന് തന്നെ വായിക്കും, മനസ്സിലാക്കുക. കോണോടു കോൺ ഗുണനം എന്നാണോ പറഞ്ഞത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കോണോടു കോൺ തുക എന്നാണ് വേണ്ടത്. ഓക്കെ, ഇതും നമുക്ക് വിപുലീകരിച്ച് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ കോണോടു കോൺ തുക RC പ്ലസ് R+3 ഇൻറ്റു C+3. അത് നമുക്ക് RC പ്ലസ് R ഇൻറ്റു C, RC പ്ലസ് R ഇൻറ്റു 3, 3R പ്ലസ് 3 ഇൻറ്റു C, 3C പ്ലസ് 3 ഇൻറ്റു 3, 9. അപ്പോൾ RC പ്ലസ് RC 2RC പ്ലസ് 3R പ്ലസ് 3C പ്ലസ് 9 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കോണോടു കോൺ തുക, സെക്കൻഡ് ഡയഗണൽ സം. ഓക്കെ,
തന്നെയാണ്. 6 ഇൻറ്റു സി പ്ലസ് 3 പ്ലസ് ആർ പ്ലസ് 3 ഇൻറ്റു സി. ആർ പ്ലസ് 3 ഇൻറ്റു സി. ആറിനെ സി കൊണ്ട് ഗുണിച്ചാൽ ആർ സി പ്ലസ് 6 ഇൻറ്റു 3 3 ആർ പ്ലസ് ആർ ഇൻറ്റു സി ആർ സി പ്ലസ് 3 ഇൻറ്റു സി 3 സി. ആർ സി പ്ലസ് ആർ സി 2 ആർ സി പ്ലസ് 3 ആർ പ്ലസ് 3 സി. ഇനി കോണോട് കോൺ തുകകളുടെ വ്യത്യാസം, ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ സംസ്. അത് പറയുമ്പോൾ 2 ആർ സി പ്ലസ് 3 ആർ പ്ലസ് 3 സി പ്ലസ് 9 മൈനസ് ഇത്. അപ്പൊ എന്ത് വരും? 2 ആർ സി പ്ലസ് 3 ആർ പ്ലസ് 3 സി. ഓക്കെ, അപ്പൊ നമുക്ക് 2 ആർ സി മൈനസ് 2 ആർ സി ക്യാൻസൽ ആയി പോകും. 3 ആറ് ഇവിടെ മൈനസ് 3 ആർ, കാരണം ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 3 ആർ ആവും. 3 സി മൈനസ് 3 സി ക്യാൻസൽ ആവും. അപ്പൊ ബാക്കിയുള്ളത് 9. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം 16 സംഖ്യകളുടെ സമചതുരത്തിൽ കോണോട് കോൺ തുകകളുടെ വ്യത്യാസം 9 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇവിടെ 3 തരത്തിലുള്ള സമചതുരങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയൊന്ന് ഓർത്തു നോക്കൂ. ആദ്യം നമ്മൾ 4 സംഖ്യകളുടെ സമചതുരം. അപ്പോൾ നമുക്ക് വ്യത്യാസം എത്രയാണ് കിട്ടിയതെന്ന് ഓർമ്മയുണ്ടോ? അത് കിട്ടിയത് 1 ആണ്. 4 സംഖ്യ എന്ന് പറയുമ്പോൾ അതൊരു 2/2 സമചതുരമാണ്. ഓക്കെ, ഇനി 9 സംഖ്യകളുടെ സമചതുരം. അതിൽ കോണോട് കോൺ സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം എത്രയായിരുന്നു? 4. 3/3 സ്ക്വയർ. അതിലെ ഡിഫറൻസ് ഓഫ് ഡയഗണൽ സംസ് അത് 4 ആയിരുന്നു. ഇനി 16 സംഖ്യകളുടെ സമചതുരം, അതായത് 4/4 സ്ക്വയർ. അതെടുത്താൽ നമുക്ക് എന്താണ്? കോണോട് കോൺ തുകകളുടെ വ്യത്യാസം 9 എന്ന് കിട്ടി. കൺസിഡറിങ് 4/4 square, then the difference of sum of diagonal entries. Diagonal എൻട്രീസിന്റെ സമ്മിന്റെ വ്യത്യാസം എത്ര കിട്ടി? 9 എന്ന് കിട്ടി. ഏതില്? നമ്മുടെ ഗുണിത പട്ടിക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ. ഓക്കെ, ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ
2/2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ വരിയും ആദ്യത്തെ മൂലയിലുള്ള സംഖ്യയും അവസാനത്തെ മൂലയിലുള്ള സംഖ്യയും തമ്മിൽ ഒന്നുകളുടെ വ്യത്യാസമാണുള്ളത്. അതായത് നമ്മൾ 2/2 4 സംഖ്യകളുടെ സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യ സംഖ്യ RC ആണ്, ആദ്യ മൂല. പിന്നെ അതിൻ്റെ കോണോട് കോൺ എന്ന് പറയുന്നത് R+1 × R+1 ആണ്. അവിടെ ഈ 1നെ 1 കൊണ്ട് ഗുണിച്ചതായിരിക്കും ഉത്തരം. അതാണ് ഇവിടെ 1 വന്നത്. ഇനി 3/3 സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 3/9 ആണ്, 3/3 ആണ് 9 എലമെന്റ്സ്, 9 സംഖ്യകളുള്ളത്. അതെടുത്താൽ ഇവിടെ RC, പിന്നെ ഇവിടെ 2 എലമെന്റ്സ്, ഇവിടെ രണ്ടാമത്തെ വരിയിൽ 3 സംഖ്യകൾ, ഇവിടെ നമുക്ക് 2 സംഖ്യകൾ. ഇതെന്ന് പറയുമ്പോൾ R+1 R+2 എന്ന വരിയായിരിക്കും. കോളം എന്തായിരിക്കും? ഇത് C+1 C+2. അപ്പൊ ഇവിടെ ആരാ ഉള്ളത്? 2 എന്ന സംഖ്യയാണുള്ളത്. അപ്പൊ 2 × 2 അതാണ് ഈ 4. ഇനി 16 സംഖ്യകളുടെ സമചതുരം, അതായത് 4/4 സ്ക്വയർ എടുത്താൽ ഇവിടെ നമ്മൾ ആദ്യ സംഖ്യ R × C, അത് കഴിഞ്ഞ് 3 സംഖ്യകളുണ്ട്. രണ്ടാമത്തെ വരിയിൽ 4 സംഖ്യകൾ, മൂന്നാമത്തെ വരിയിൽ 4 സംഖ്യകൾ, നാലാമത്തെ വരിയിലെ നാലാമത്തെ സംഖ്യ അതെന്താണ്? R+3 × C+3. അപ്പൊ ഇവിടെ 3 × 3 9. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് 16 സംഖ്യകൾ എന്ന് പറയുമ്പോൾ 4 × 4 ആണല്ലോ. അപ്പൊ നമുക്ക് k സ്ക്വയർ സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്താൽ k/k സ്ക്വയർ, അതായത് k സ്ക്വയർ സംഖ്യകൾ ഉള്ള ഒരു സമചതുരം എടുത്താൽ നമ്മുടെ ഈ വ്യത്യാസം എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ സമചതുരത്തിൻ്റെ ഈ മൂല, അതായത് മുകളിലെ ഇടതുവശത്തുള്ള മൂല, ഇടത്തെ മുകളിലെ മൂല, ലെഫ്റ്റ് ടോപ്പ് കോർണർ, അത് RC ആയിരിക്കും. ഇനി ബോട്ടം റൈറ്റ്, താഴത്തെ വലതുവശത്തെ മൂല എന്തായിരിക്കും? ഇവിടെ k വരികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനം k-1 ആയിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ R ആണ് ആദ്യം എടുക്കുന്നത്, രണ്ടാമത്തത് R+1 ആയിരിക്കും. അങ്ങനെ അവസാനം വരുന്നത് R+k-1 ആയിരിക്കും. ശ്രദ്ധിച്ചോളൂ. അതായത് ഇവിടെ നോക്കൂ, 2/2 എടുത്തപ്പോൾ R+1 ആയിരുന്നു അവസാനം. 3/3 എടുത്തപ്പോൾ R+2 C+2 ആയിരുന്നു. 4/4 എടുക്കുമ്പോൾ R+3 C+3 ആണ്. അപ്പോൾ k എടുക്കുമ്പോൾ R+k-1 ആയിരിക്കും, ഒരെണ്ണം കുറവായിരിക്കും. അപ്പൊ നമ്മുടെ അവസാനത്തെ, അതായത് അവസാനത്തെ റോയിലെ അവസാനത്തെ കോളത്തിന്റെ സംഖ്യ R+k-1
ഇൻറ്റു കോളം പ്ലസ് കെ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വ്യത്യാസം ഇതിൻ്റെ സ്ക്വയർ വർഗം കെ മൈനസ് 1ന്റെ സ്ക്വയർ ആയിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു പൊതുരൂപത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ ഭാഗത്തുള്ള അതായത് ക്രിയാകൗതുകങ്ങൾ, നമ്പർ ക്യൂരിയോസിറ്റീസ്, ആ ഭാഗം നമ്മൾ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗം വ്യത്യാസങ്ങളുടെ ഗുണനം, ദ പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസ് എന്നാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് പിന്തുണച്ച എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു. കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗ്രോയിങ്. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.